ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം 2020 ഡിസംബർ 17 തൊട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഫിസിക്സിൻ്റെ എക്സാം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് 1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ 2 ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ മോഷൻ 2 ഡയമെൻഷനാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അധികം താമസിക്കാതെ തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമുക്ക് താമസിക്കാതെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു എ മൈനസ് ബി. അപ്പം ഈ രണ്ട് വെക്റ്റേഴ്സ് എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ആൻസറിലോട്ട് കിടക്കാം. വി നോ ബൈ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബിനെ നമ്മൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ നമുക്ക് എഴുതാൻ പറ്റും. എ മൈനസ് ബിനെ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos θ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എ പ്ലസ് ബി വരുമ്പോൾ പ്ലസ് 2ab cos θ, എ മൈനസ് ബി വരുമ്പോൾ മൈനസ് 2ab cos θ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് എ പ്ലസ് ബി ഈക്വൽ ടു എ മൈനസ് ബി എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പം എ പ്ലസ് ബിക്ക് വരെ നമുക്ക് എന്താ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ എന്ന് എഴുതാം. അപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ ഈക്വൽ ടു എ മൈനസ്, ഇത് രണ്ടും ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എ മൈനസ് ബി എന്തായിരിക്കും? എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos θ. ഈ എ മൈനസ് ബിക്ക് വരെ നമുക്ക് ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos θ. ഇങ്ങനെ വരും. എ പ്ലസ് ബി ഈക്വൽ ടു എ മൈനസ് ബി അങ്ങനെയാണല്ലോ. അപ്പോൾ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ എ സ്ക്വയറും ആ സൈഡിൽ എ സ്ക്വയറും രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ബി സ്ക്വയർ രണ്ട് സൈഡിലുണ്ട്, ബി സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് മിച്ചം കിട്ടുന്നത് 2ab cos θ ഈസ് ഈക്വൽ ടു മൈനസ് 2ab cos θ. അപ്പോൾ ഈ മൈനസ് 2ab cos θ നമുക്ക് LHSലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 2ab cos θ പ്ലസ് 2ab cos θ ഈസ് ഈക്വൽ ടു 0. അപ്പം ab cos θ എക്സ് എന്ന് നമ്മൾ വെച്ചോ. അപ്പോൾ 2x പ്ലസ് 2x ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 4x ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം. ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. 4x ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. അപ്പം സെയിം തിങ് 4ab cos θ ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമുക്ക് 4ab cos θ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പം നമുക്ക് ഈ cos θയുടെ ലെഫ്റ്റിലുള്ള 4ab നമുക്ക് RHSലോട്ട് കൊണ്ടുവരാം. അപ്പം 0യുടെ താഴെ അത് ഡിവൈസറായിട്ട് മാറും. അപ്പോൾ cos θ ഈസ് ഈക്വൽ ടു 0/4ab. അപ്പം ഏതൊരു സംഖ്യയും 0നെ ഡിവൈഡ് ചെയ്താൽ ഉത്തരം 0 ആയിരിക്കും. അപ്പം cos θ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. cos θ 0 ആകുന്നത് ഏത് ആംഗിളിലാണ് cos θ 0 ആംഗിൾ ആകുന്നത്? 90 ഡിഗ്രി ആകുമ്പോഴാണ് cos θ 0 ആകുന്നത്. അപ്പം ദസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ഈസ് 90 ഡിഗ്രി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. റെയിൻ ഈസ് ഫോളിംഗ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 35 മീറ്റർ പെർ സെക്കൻഡ്. എ വുമൺ റൈഡ്സ് എ ബൈസൈക്കിൾ വിത്ത് എ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ ഈസ്റ്റ് ടു വെസ്റ്റ് ഡിറക്ഷൻ. വാട്ട് ഈസ് ദ ഡിറക്ഷൻ ഇൻ വിച്ച് ഷീ ഷുഡ് ഹോൾഡ് ഹെർ അംബ്രല്ല? അതായത് റെയിനും ഒരു പാസഞ്ചറുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ്. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആദ്യം ഫിഗർ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സെറ്റ് ഓഫ് ഡയറക്ഷനിലൂടെ നമുക്ക് നോക്കാം. നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ് റെയിനിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ നോർത്ത് തൊട്ട് സൗത്ത് വരാൻ റെയിനിൻ്റെ ഡയറക്ഷൻ. ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് വുമൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. താഴോട്ട് VR എന്ന് കൊടുക്കാം. VR എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് റെയിൻ ഈസ് ഈക്വൽ ടു VR, അത് 35 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് വുമൺ VW ഈസ് ഈക്വൽ ടു 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം താഴോട്ടാണ് VR. AB ഇപ്പോൾ നമ്മൾ ഈ AC എന്ന് പറഞ്ഞ ഭാഗം ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് പ്രോഗ്രസ് ചെയ്യുമ്പോൾ അത് നമുക്ക് പറയാം. ഇപ്പോൾ ഈ AB താഴോട്ടാണ് ഈ വെക്ടർ സൂചിപ്പിക്കുന്നത്. അപ്പം വെലോസിറ്റി ഓഫ് ദ റെയിൻ ആണ് താഴോട്ട് വരുന്നത്. ഇപ്പം ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് ഈ യാത്രക്കാരി പോകുന്നത്. അപ്പം BC ഡയറക്ഷനിലോട്ടാണ് ഈ VW പോകുന്നത്. അപ്പം ഇങ്ങോട്ടാണ്. അപ്പം ഈ ട്രയാങ്കിളിലെ ഈ സൈഡ്, ഈ രണ്ട് സൈഡും ഈക്വൽ ഡയറക്ഷനിലാണ്, ഒരേ ഡയറക്ഷനിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഒരേ സൈഡിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ മൂന്നാമത്തെ സൈഡ് അതായത് AC എന്ന് പറഞ്ഞ സൈഡ് ഈ രണ്ടിനോട് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും, അതായത് VR പ്ലസ് VW ആയിരിക്കും ഈ AC ഈ ഡയഗണൽ ഈ ഹൈപ്പോട്ടന്യൂസ് ഉദ്ദേശിക്കുന്നത്. അത് ഈ രണ്ട് ഡയറക്ഷനിലെ എതിർ ഡയറക്ഷനിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അപ്പം AB എന്ന് പറഞ്ഞ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, BC എന്ന് പറഞ്ഞ ഡയറക്ഷനും ഇങ്ങോട്ടാണ്. അപ്പം AC എന്ന് പറയുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ
ഇതിൻ്റെ വെക്റ്റർ സമ്മ ട്രയാങ്കിൾ ഓഫ് വെക്റ്റർ അഡീഷൻ വഴിയാണ് നമ്മളിത് കണ്ടുപിടിച്ചത് VR + VW. അപ്പോൾ നമുക്ക് അതിനാവശ്യമില്ല, നമുക്ക് ഇതിന് ഇത്രയും മതി. ഇതൊരു ഡോട്ടഡ് ലൈനായിട്ട് വരച്ചാലും മതി. ഇതിനെ നമ്മൾ തീറ്റ എന്ന ആംഗിൾ രേഖപ്പെടുത്തണം. അമ്പർല ഹോൾഡ് ചെയ്യുന്ന ആംഗിളാണിത്. അപ്പം ഇവിടെ VW ഉണ്ട്, ഇവിടെ VR ഉണ്ട്. അപ്പോൾ നമുക്ക് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്ഷൻ എന്ന് വെച്ചാൽ ആംഗിളാണ്. എത്ര ആംഗിളായിട്ട് വെർട്ടിക്കലായിട്ട് എത്ര ആംഗിളിൽ പിടിക്കണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ടാൻ തീറ്റ എടുക്കണം. ടാൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? BC ഡിവൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് AB. BCയുടെ അവിടുത്തെ ഏതാ? VW ഡിവൈഡ് ബൈ ABയുടെ അവിടുത്തെ എവിടെയാണ്? ABയുടെ അവിടുത്തെ വെക്ടർ ഏതാ? VR. അപ്പം VW ബൈ VR എന്ന് കിട്ടും ടാൻ തീറ്റ. അപ്പം VW എത്രയാണ്? 12. VR എത്രയാണ്? 35. അപ്പോൾ ടാൻ തീറ്റ = 12/35 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ എത്രയാണ്? 0.342. അപ്പം നമുക്ക് ടാൻ തീറ്റ കിട്ടി. ഇനി തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ = tan ഇൻവേഴ്സ് 0.342. അപ്പോൾ നമ്മൾ ലോഗരിതം ടേബിളിൽ നോക്കുമ്പോഴും അതിൻ്റെ ആൻസർ 18.93 ഡിഗ്രി എന്ന് വരും. അപ്പം 18.93 ഡിഗ്രിയാണ് നമുക്ക് ആംഗിൾ കിട്ടിയത്. അപ്പം ദ വുമൺ ഷുഡ് ഹോൾഡ് ഹെർ അംബ്രല എന്നാണ്, ഹിസ് എന്നാണ്. ഹെർ അംബ്രല അറ്റ് ആൻ ആംഗിൾ ഓഫ് 18.93 ഡിഗ്രി ഫ്രം വെർട്ടിക്കൽ. നമുക്ക് ഡയറക്ഷൻ കിട്ടി 18.93 ഡിഗ്രി ഫ്രം വെർട്ടിക്കൽ. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. Third question. An athlete jumps at an angle of 30 degree with a maximum speed of 9.4 meter per second. Find the range covered by him in the jump. Suggest the angle by which the athlete can attain the maximum range. അപ്പോൾ നമ്മളോട് ഇവിടെ റേഞ്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രൊജക്ടൈൽ മോഷനാണ്. നമുക്ക് കണ്ടാലറിയാം ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. തീറ്റ 30 ഡിഗ്രിയാണ്. U എന്ന് വെച്ചാൽ 9.4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലോട്ട് കിടക്കാം. അപ്പം ഈ പ്രൊജക്ടൈൽ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ഉള്ള ഫിഗർ വരയ്ക്കണം. അപ്പോൾ ഇവിടെ തീറ്റ 30 ഡിഗ്രിയാണ്. ഈ പാരാബോളിക് പാത്താണ് ആ ലോങ് ജമ്പർ അത്ലീറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തീറ്റ 30 ഡിഗ്രിയാണ്. ഇവിടെ U ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡേറ്റ എഴുതാം. തീറ്റ = 30 ഡിഗ്രി, U = 9.4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് റേഞ്ചിൻ്റെ ഇക്വേഷൻ അതേപടി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. R = U² sin 2θ/g. U² എത്രയാണ്? 9.4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ 2 × 30. 2θ ഇല്ല, അപ്പോൾ 2 × 30 അതായത് sin 60 എന്ന് വരും ബൈ 9.8. അപ്പം R = 9.4 സ്ക്വയർ എന്ന് വെച്ചാൽ 88.36 ആണ് ഇൻറ്റു √3/2 √3/2 ഓൾ ഡിവൈഡ് ബൈ G 9.8. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 7.8 മീറ്റർ എന്ന് കിട്ടും. റേഞ്ച് 7.8 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാം മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ തീറ്റ 45 ആയിരിക്കണം. കാരണം സൈൻ 2θ ആണ് ഇവിടെ പരിഗണിക്കുന്നത്. അപ്പം 2 × θ ആണ്. അപ്പം സൈൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ് വരുന്നത്? 1 ആണ് സൈൻ്റെ മാക്സിമം വാല്യൂ. സൈൻ ഫംഗ്ഷന് കിട്ടാവുന്ന ഏറ്റവും മാക്സിമം വാല്യൂ 1 ആണ്. അപ്പം തീറ്റ 45 വന്നാലേ 2 × 45 90 ആകത്തുള്ളൂ. സൈൻ 90 ആകത്തുള്ളൂ. 1 വരുന്നത് സൈൻ 90യിലാണ്. സൈൻ 90 = 1. അപ്പം സൈൻ 2θ ആണ് ഇവിടെ റേഞ്ച് കണ്ടുപിടിക്കാൻ പരിഗണിക്കുന്നത്. സൈൻ 2θ ആണ്. അപ്പം 2 × θ. തീറ്റ 45 ആയാലേ സൈൻ 90 ആകത്തുള്ളൂ. സൈൻ 2θ ആണല്ലോ. തീറ്റ 45 എന്നിട്ട് നോക്കൂ. അപ്പം നമുക്കിങ്ങനെ വരും സൈൻ 2 × 45 അതായത് സൈൻ 90, സൈൻ 90 1. അപ്പം R = ഓട്ടോമാറ്റിക്കലി U²/G എന്ന് കിട്ടും. സൈൻ ഇപ്പം 30 ആണേലോ 60 ആണേലോ എല്ലാം ലോവർ വാല്യൂസേ കിട്ടത്തുള്ളൂ. അപ്പം സൈൻ 90 കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നത്. അപ്പം സൈൻ 2θ ആണ് ഇവിടെ പരിഗണിക്കുന്നത്. 2θ = 90 നമുക്ക് ഇടാം. 2θ = 90. അപ്പോൾ തീറ്റ = 90/2. അപ്പോൾ തീറ്റ = 45 ഡിഗ്രി. വി ഗെറ്റ് മാക്സിമം റേഞ്ച് അറ്റ് 45 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ റീസൺ എഴുതിനും കുഴപ്പമില്ല, ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻഡ് വെദർ ദ ഗിവൺ വെക്ടേഴ്സ് 2i + 3j + 4k ആൻഡ് 4i + 6j + 8k ആർ പാരലൽ ഓർ നോട്ട്. ഈ രണ്ട് വെക്ടറും പാരലാണ്. ഇത് പാരലാണെന്ന് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് വെക്ടർ നമ്മളുടെ ആംഗിൾ 0 ഡിഗ്രി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാത്രമേ ഈ രണ്ട് വെക്ടേഴ്സ് പാരലാകത്തുള്ളൂ. ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ ഇത് നമ്മൾ ആൻറ്റി പാരലൽ എന്ന് പറയും. ഈ വെക്ടേഴ്സിൻ്റെ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ എന്ന് പറയും. അപ്പം ഈ 3 ടേം ഓർത്തിരിക്കണം: പാരലൽ, പെർപെൻഡിക്കുലർ ആൻഡ് ആൻറ്റി പാരലൽ. ഇത് വരുന്ന കേസുകളും ഓർത്തിരിക്കണം. അപ്പം നമുക്ക് താമസിക്കാതെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. നമുക്ക് ഫസ്റ്റ് വെക്ടറിന് നമുക്ക് A എന്ന് കൊടുക്കാം. A = 2i + 3j + 4k. B =
നെക്സ്റ്റ് വെക്ടർ നമുക്ക് ബി എന്ന് കൊടുക്കാം. 4i പ്ലസ് 6j പ്ലസ് 8k. അപ്പോൾ നമ്മൾ ഈ വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഡിറ്റർമിനൻറ്റ് റൂള് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഡിറ്റർമിനൻറ്റ് റൂൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ XYZ എന്ന് പറഞ്ഞ 3 കോളം എടുക്കണം. അപ്പം ആ എക്സിൻ്റെ കോളത്തിൻ്റെ താഴെ x1 എന്നും x2 എന്നും എഴുതണം. വൈയുടെ അവിടെ y1 എന്നും y2 എന്നും എഴുതണം. ഈ സെഡിൻ്റെ അവിടെ z1 എന്നും z2 എന്നും എഴുതണം. അപ്പോൾ നമുക്ക് ഈ എ വെക്ടറിലും ബി വെക്ടറിലും x1 ഉം y1 ഉം z1 ഉം x2 ഉം y2 ഉം z2 ഉം തന്നിട്ടുണ്ട്. ഇവിടെ 2 ആണ് x1, 3 ആണ് y1, 4 ആണ് z1. ഈ ബിയുടെ അവിടെ 4 ആണ് x2, 6 ആണ് y2, 8 ആണ് z2. അപ്പോൾ നമുക്ക് എ ക്രോസ് ബിയുടെ ഇക്വേഷൻ ഇതാണ്. x1 ഇൻറ്റു y1 z2 മൈനസ് y2 z1 മൈനസ് y1 ഇൻറ്റു x1 z2 മൈനസ് x2 z1, x1 z2 മൈനസ് x2 z1 പ്ലസ് z1. ആദ്യം x1 എടുത്തു, പിന്നെ y1 എടുത്തു, പ്ലസ് z1 ഇൻറ്റു x1 y2 മൈനസ് x2 y1, x1 y2 മൈനസ് x2 y1. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡിറ്റർമിനൻറ്റ് റൂൾ വഴി രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ x1 ഉം y1 ഉം z1 ഉം x2 ഉം y2 ഉം z2യുടെ അവിടെ എല്ലാം വാല്യൂസ് നമ്മൾ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എ ക്രോസ് ബി ഈക്വൽ ടു x1 എത്രയാണ് 2 ഇൻറ്റു y1 z2, y1 ഇൻറ്റു z2 അതായത് 8 ഇൻറ്റു 3 മൈനസ് y2 z1, y2 6 ആണ് ഇൻറ്റു z1 6 ഇൻറ്റു 4. ഇപ്പോൾ 2 ഇൻറ്റു 8 ഇൻറ്റു 3 മൈനസ് 6 ഇൻറ്റു 4 മൈനസ് 3 ഇൻറ്റു y1 ആണ് 3, y1 3 ആണ്, x1 y1 ഇൻറ്റു x1 z2, x1 2 ആണ്, z2 4 ആണ്. അപ്പം z2 8 ആണ്, x1 z2 ആണ്. അപ്പം 2 ഇൻറ്റു 8, അപ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 8 മൈനസ് ഇതിനകത്ത് സെക്കൻഡ് ടേം z2 x1, z2 x1 അല്ല കേട്ടോ, x2 z1. x2 ഏതാണ് 4, z1 ഏതാണ് 4. അപ്പം മൈനസ് 4 ഇൻറ്റു 4. നമുക്ക് y1 കഴിഞ്ഞു. ഇനി z1 എത്രയാണ് 4. ഇപ്പോൾ 4 ഇൻറ്റു x1 y2, x1 2 ഇൻറ്റു y2 6, അതായത് 2 ഇൻറ്റു 6 അല്ലെങ്കിൽ 6 ഇൻറ്റു 2 മൈനസ് x2 y1, x2 എത്രയാണ് 4 ഇൻറ്റു y1 3, 4 ഇൻറ്റു 3. അപ്പോൾ നമ്മൾ ഇത് വാല്യുവേറ്റ് ചെയ്യുമ്പം എ ക്രോസ് ബിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡിറ്റർമിനൻറ്റ് റൂൾ നമ്മൾ പഠിച്ചാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ മാത്സിൽ +1 പഠിച്ചാണ്. അപ്പോൾ ഇത് മനസ്സിലാവും, അതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇത് മനസ്സിലാവും, ഈ ഡെറിവേഷൻ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എ ക്രോസ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. 2 ഇൻറ്റു 8 ഇൻറ്റു 3 24 മൈനസ് 6 ഇൻറ്റു 4 24 മൈനസ് 3 ഇൻറ്റു 8 ഇൻറ്റു 2 16 മൈനസ് 4 ഇൻറ്റു 4 16 പ്ലസ് 4 ഇൻറ്റു 6 ഇൻറ്റു 2 12 മൈനസ് 3 ഇൻറ്റു 4 12. അപ്പോൾ 24 ഇൻറ്റു 24 എത്രയാണ് 0, അല്ല 24 മൈനസ് 24 എത്രയാണ് 0, 16 മൈനസ് 16 എത്രയാണ് 0, 12 മൈനസ് 12 എത്രയാണ് 0. അപ്പോൾ ഇത് 3 0 ആയി പോവും. അപ്പം എ ക്രോസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എ ക്രോസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടി. എ ക്രോസ് ബി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, എ ബി സൈൻ തീറ്റ എന്നല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പം എ ക്രോസ് ബി എ ബി സൈൻ തീറ്റ എന്ന് എഴുതുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും, എ ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് മുമ്പ് ചെയ്ത പോലെ എ ബി നമുക്ക് RHSലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ബൈ എ ബി എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സൈൻ തീറ്റ 0 ആണെങ്കിൽ തീറ്റ എത്രയായിരിക്കും, സൈൻ തീറ്റ 0 ആകുന്നത് തീറ്റ 0 ഡിഗ്രി ആകുമ്പോഴാണ്. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0, അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. അപ്പോൾ നമുക്ക് മുമ്പ് പറഞ്ഞു രണ്ട് വെക്ടേഴ്സ് പാരലൽ ആകണമെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കണം. അവ ആൻറ്റി പാരലൽ ആകണമെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കണം. അപ്പം ഇവിടെ 0 ഡിഗ്രിയാണ് വന്നത്. അപ്പോൾ അതിനർത്ഥം ഈ രണ്ട് വെക്ടേഴ്സ് പാരലലാണ്. അപ്പം ഡിറ്റർമിനൻറ്റ് റൂൾ മനസ്സിലായില്ലെങ്കിൽ ഇതൊന്നുകൂടെ കാണുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു ഈ രണ്ട് വെക്ടേഴ്സ് പാരലലാണെന്ന്. Fifth question. The ceiling of a long hall is 25 meter high. What is the maximum horizontal distance that the ball thrown with a speed of 40 meter per second can go without hitting the ceiling of the wall? അപ്പോൾ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ റേഞ്ചാണ്, മാക്സിമം റേഞ്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ബോൾ ത്രോൺ വിത്ത് സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ്. യു എന്ന് വെച്ചാൽ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്, എച്ച് എന്ന് വെച്ചാൽ 25 മീറ്റർ ആണ്. അപ്പോൾ അത്രയും ഡേറ്റയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത്തരം പ്രോബ്ലം പ്രൊജക്ടൈൽ മോഷനാണിത്. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിൻ്റെ ഫിഗർ വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഫിഗർ പോകുന്നത്. ഇതിൻ്റെ എച്ച് 25 മീറ്റർ ആണ്, നമുക്കറിയാം. എച്ച് ഇസ് ഈക്വൽ 25 മീറ്റർ. യു 40 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്.
നമുക്ക് ആദ്യം നമ്മൾ എച്ചിൻ്റെ ഇക്വേഷൻ എഴുതി അതിനകത്ത് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തീറ്റയുടെ സൈൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് എച്ച് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് പറഞ്ഞുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പം എച്ച് ഈക്വൽ ടു 25 ഈക്വൽ ടു യു സ്ക്വയർ 40 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g 2 × 9.8. അപ്പം നമുക്ക് ഇങ്ങനെ 25 ഈക്വൽ ടു 1600 സൈൻ സ്ക്വയർ തീറ്റ ബൈ 19.6. അത് സോൾവ് ചെയ്യുമ്പം 490 ബൈ 1600 ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഇതാണെങ്കിൽ സൈൻ തീറ്റ എത്രയായിരിക്കും? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും സൈൻ തീറ്റ. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 490 ഡിവൈഡ് ബൈ 40. കാരണം 40 സ്ക്വയർ ആണ് 1600 റൂട്ടാണ് 40. അപ്പം ഈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 490 ഡിവൈഡ് ബൈ 40. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 490 22.14 ആണ് ഡിവൈഡ് ബൈ 40. അതിൻ്റെ ആൻസർ 0.5534 കിട്ടും. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0.5534. അപ്പോൾ തീറ്റ എത്രയായിരിക്കും? തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.5534, അതായത് 33.6 ഡിഗ്രി വരും. ക്ലാർക്സ് ടേബിളിൽ അങ്ങനെയാണ് കിടക്കുന്നത്, 33.6 ഡിഗ്രി. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടി. അത് ഇപ്പം നമുക്ക് ഇതിനകത്ത് കിട്ടിയ വാല്യൂ നമുക്ക് ആറിൻ്റെ ഇക്വേഷനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നൗ ആർ ഈക്വൽ ടു ആദ്യം നമ്മൾ എച്ച് എടുത്തു, ഇനി ആർ എടുക്കണം. ആറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഈ രണ്ട് ഇക്വേഷനും മാറിപ്പോകരുത്. ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. അത് യു സ്ക്വയർ നമുക്കറിയില്ല, 40 സ്ക്വയർ സൈൻ 2 തീറ്റ. 2 × തീറ്റ കിട്ടിയല്ലോ 33.6, അതായത് 2 × 33.6 ഡിവൈഡ് ബൈ ജി 9.8. അപ്പോൾ 40 സ്ക്വയർ 1600 ഇൻറ്റു സൈൻ 2 × 33.6 എന്ന് വെച്ചാൽ 67.2 ആണ്. അപ്പം 1600 ഇൻറ്റു സൈൻ 67.2 ഡിവൈഡ് ബൈ 9.8. സൈൻ 67.2ൻ്റെ വാല്യൂ 0.9219 ആണ്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പം 1600 ഇൻറ്റു 0.9219 ഡിവൈഡ് ബൈ 9.8 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആറ് 150.5 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എച്ച് എഴുതി സൈൻ തീറ്റയുടെയും തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് അതേ വാല്യൂ തന്നെ ആറിൻ്റെ ഇക്വേഷനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആറ് കണ്ടുപിടിച്ചു. അപ്പോൾ മാക്സിമം റേഞ്ച് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 150.5 മീറ്റർ. അപ്പോൾ നമുക്ക് ഈ സെക്ഷനിലെ 6th ലാസ്റ്റും ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഫുഡ് പാക്കറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ആൻ എയർപ്ലെയിൻ ഫ്ലൈങ് ഹൊറിസോണ്ടലി. അതിന് രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ, സ്കെച്ച് ദ പാത്ത് ഓഫ് ദ ഫ്ലൈയിങ് ഫുഡ് പാക്കറ്റ്. ബി, ഇഫ് ദ ടൈം ടേക്കൺ ബൈ ദ ഫുഡ് പാക്കറ്റ് ടു റീച്ച് ദ എർത്ത് സർഫസ് ഈസ് 6 seconds, കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഫ്രം വിച്ച് ദ ഫുഡ് പാക്കറ്റ് വാസ് ഡ്രോപ്ഡ്. ടേക്ക് ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ഫുഡ് പാക്കറ്റ് ട്രാവൽ ചെയ്ത ട്രാജക്ടറിയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഫുഡ് പാക്കറ്റ് ട്രാവൽ ചെയ്യുന്ന ട്രാജക്ടറി എപ്പോഴും ഒരു പ്രൊജക്ടൈൽ മോഷനത്തെ ട്രാജക്ടറി പാരാബോളിക് ആയിരിക്കും. അപ്പം നമുക്കിതിൻ്റെ ആൻസറിലോട്ട് കിടക്കാം. ഫുഡ് പാക്കറ്റ് ട്രാവൽ ചെയ്യുന്ന ട്രാജക്ടറി ഇത് എയർപ്ലെയിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ ഇത് ഫുഡ് പാക്കറ്റിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ഇങ്ങനെ ട്രാജക്ടറി ഇങ്ങനെ പാരാബോളിക് പാത്തിലൂടെയാണ് ഈ ഫുഡ് പാക്കറ്റ് ട്രാവൽ ചെയ്യുന്നത്. നേരെയല്ല, പാരാബോളിക് ആയിട്ടുള്ള പാത്തിലൂടെയാണ് ഈ ഫുഡ് പാക്കറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇതാണ് ഡയറക്ഷൻ ഓഫ് ദ എയർപ്ലെയിൻ. ഈ ഡയറക്ഷനിലോട്ടാണ് എയർപ്ലെയിൻ പോകുന്നത്. അപ്പം ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ഫുഡ് പാക്കറ്റ് ത്രോ ചെയ്തു. ആ ഫുഡ് പാക്കറ്റ് ഈ ഡയറക്ഷൻ ഈ പാരാബോളിക് പാത്തിലൂടെ ആയിരിക്കും താഴോട്ട് വീഴുന്നത്. അപ്പോൾ നമുക്ക് എ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് ഗ്രൗണ്ട് ലെവലാണെങ്കിൽ, ഇവിടെ ഗ്രൗണ്ട് ലെവലാണെങ്കിൽ ഈ ഡ്രോപ്പ് ചെയ്ത പോയിന്റും ഗ്രൗണ്ടും തമ്മിലുള്ള ഹൈറ്റ് എത്രയാണ്, എത്ര ഹൈറ്റിൽ നിന്നാണ് ഈ ഫുഡ് പാക്കറ്റ് ഡ്രോപ്പ് ചെയ്തതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് യു ഈസ് ഈക്വൽ ടു 0. ഈ ഫുഡ് പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫുഡ് പാക്കറ്റ് സ്റ്റേഷനറി അവസ്ഥയിലായിരുന്നു ഇതിരിക്കുന്നത്. അപ്പോൾ യു ഈസ് ഈക്വൽ ടു 0. ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു. ഇനിഷ്യലായിട്ട് ഇതിൻ്റെ വെലോസിറ്റി 0 ആയിരുന്നു. ആക്സിലറേഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലാണ് താഴോട്ട് വീഴുന്നത്. അപ്പോൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ ആക്സിലറേഷന്. ടൈം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 6 seconds. താഴെ വീഴുമ്പോഴേക്കും 6 seconds ആവും താഴെ എത്തുമ്പോൾ. അപ്പോൾ നമ്മൾ മോഷൻ 1 dimensionലെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ. അപ്പോൾ യു 0 ആണല്ലോ. അപ്പം യു ടിയും 0 ആയിരിക്കും. 0 × ടി ഈസ് ഈക്വൽ ടു 0. അപ്പം എസ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഹാഫ് AT സ്ക്വയർ, അല്ലെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് AT സ്ക്വയർ എന്ന് മാത്രം കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിന് ആൻസർ കണ്ടുപിടിക്കാം. ദാറ്റ് ഇംപ്ലൈസ് എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ എത്രയാണ് 9.8 ഇൻറ്റു ടി സ്ക്വയർ, അതായത് 6 square 6 × 6. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു 36. അപ്പോൾ 36/2 എന്നാ 36/2 എന്ന് വെച്ചാൽ 18 ആണ്. അപ്പം എസ് ഈസ് ഈക്വൽ ടു 18 × 9.8 18 × 9.8. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 176.4 മീറ്റർ എന്ന് കിട്ടും. അപ്പം ഇതാണ് ഈ ഹൈറ്റ്, ഈ എയർപ്ലെയിൻ പറക്കുന്ന ഹൈറ്റും താഴത്തെ ഗ്രൗണ്ട് ലെവലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 176.4 മീറ്റർ.